മലബാറിനോടുള്ള വിദ്യാഭ്യാസ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് SIO നടത്തുന്ന തെരുവ് സ്കൂളിലേക്ക് ഇനിയും അഡ്മിഷൻ ലഭിക്കാത്ത ഇവിടെ സമ്മേളനങ്ങളും പ്രവേശനോത്സവങ്ങളും മാമാങ്കങ്ങളും നടത്തുന്ന ഭരണകൂടത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് തെരുവിലായ വിദ്യാർത്ഥികളെ അണിനിരത്തുന്ന തെരുവ് സ്കൂൾ ഉടൻ തന്നെ ആരംഭിക്കുന്നു. മുഴുവൻ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. പ്രവേശനോത്സവ മാമാങ്കങ്ങൾ സംഘടിപ്പിക്കുന്ന ഗവൺമെന്റിനെതിരെ ശക്തമായ സമരപ്രഖ്യാപനം അവർ റെഡിയായി കഴിഞ്ഞു. തെരുവ് സ്കൂൾ ഏതാനും സമയത്തിനകം ആരംഭിക്കുന്നു. മുഴുവൻ നാട്ടുകാരെയും ഇനിയും അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്ത, അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത മലബാറിലെ വിദ്യാർത്ഥികൾക്ക് തെരുവ് സ്കൂളിലേക്ക് സ്വാഗതം. ഇനിയും ഇവിടെ അവസരങ്ങളുണ്ട്. കേരളത്തിലെ മലബാറിലെ സ്കൂളിൽ അവസരങ്ങളില്ല. തെരുവ് സ്കൂളിൽ ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട്. പാസ്സായവർക്ക് സീറ്റില്ലാതെ തെരുവുകളിലേക്ക് കെട്ടിലുവെക്കാനും കൈവണ്ടി വലിക്കാനും വേണ്ടി നമ്മളുടെ വിദ്യാർത്ഥികൾ നീങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ലക്ഷത്തോളം കുട്ടികൾ SLCക്ക് വിജയിച്ചിട്ട് 1 ലക്ഷത്തോളം കുട്ടികൾക്ക് മാത്രമേ ഇവിടെ ക്ലാസുകൾ ഉള്ളൂ എന്നതാണ് നമ്മളുടെ മലബാറിലെ അവസ്ഥ. ബാക്കി 1 ലക്ഷം കുട്ടികൾ എന്ത് ചെയ്യും? പ്രൈവറ്റ് സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മലബാറിനോടുള്ള ഈ വിദ്യാഭ്യാസ അവഗണനയ്ക്കെതിരെ SIO സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്നത് SIOവിന്റെ ജില്ലാ പ്രസിഡന്റ് BBM പർവീസ് സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും SIOവിന്റെ അഭിവാദ്യം. നമ്മുടെ തെരുവ് ക്ലാസ് ആരംഭിക്കുകയാണ്. നിങ്ങൾ എന്തിനാ മക്കളെ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര വെയിലത്തോടെ വന്നിരിക്കുന്നത്? ഇത്രയും നാട്ടിൽ ഇത്ര സ്കൂൾ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെയിലത്ത് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാൻ സീറ്റില്ല എന്ന് പറയാനെങ്കിൽ ആയിരക്കണക്കിന് സ്കൂളുകളും കോളേജുകളും നമ്മുടെ കേരളത്തിലില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ക്ലാസ്സില്ല, സ്കൂളില്ല എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ടോ? അപ്പൊ മലബാർ എന്താ കേരളത്തിലല്ലേ? ഈ നാട്ടിലുള്ള ഓരോ വിദ്യാർത്ഥിയും, ഈ സമൂഹത്തിലുള്ള ഓരോ വിദ്യാർത്ഥിയും ഇവിടെ കൂടി നിൽക്കുന്ന നാട്ടുകാരെ ചോദിക്കുന്ന ചോദ്യം അതാണ്. മലബാർ എന്താ കേരളത്തിലല്ലേ? ചോദ്യങ്ങൾ നിങ്ങൾക്ക് തിരിയണമെങ്കിൽ മലബാറിലെ +2വിന്റെ കഥ നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം. നമ്മുടെ ബേബി സാറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും ഇത്തവണ കൊട്ടിഘോഷിച്ച് പറഞ്ഞ സംഗതിയാണ്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം, ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ച വർഷമാണ് ഇക്കൊല്ലം. എത്ര ശതമാനം? 93%. സാധാരണ പറയാനുള്ള തമാശകൾ കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേരളത്തിൽ എല്ലാത്തിനും വില കൂടുതലാണ്. അരിക്ക് വില കൂടുതലാണ്, ഇറച്ചിക്ക് വില കൂടുതലാണ്, പാലിന് വില കൂടുതലാണ്. എന്നിട്ടൊക്കെ നമ്മളെ മന്ത്രി എന്തിനും പറഞ്ഞു, എന്ത് കഴിക്കാനാ പറഞ്ഞേ? കോഴിയും മുട്ടയും പാലെല്ലാം കുടിച്ച് ജീവിക്കാനാ പറഞ്ഞേ. മന്ത്രിക്ക് അറിയാലോ മുട്ടക്കും പാലിനും വില കൂടിയ കാര്യം. ഏതായാലും എല്ലാത്തിനും വില, പെട്രോളിനും വില കൂടാൻ പോവാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വില കുറഞ്ഞ സാധനം എന്താ? SSLCക്കും +2നുള്ള മാർക്ക്. ബേബി സാറ് SSLCക്കും +2നും കൊടുത്ത മാർക്കാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ സാധനം. അത് നിങ്ങൾക്ക് തിരിയാണെങ്കിൽ 93%. കേരളത്തിൽ വിജയ ശതമാനം കൂടുതൽ നിങ്ങൾ ആരെങ്കിലും എതിരാ? നിങ്ങൾ അതുകൊണ്ടാ ജയിച്ചതല്ലേ? പക്ഷെ നിങ്ങൾ അറിയണം, ഈ 93% ആളുകൾക്കും ഉപരിപഠനം, അവർക്ക് +2വിനും അല്ലെങ്കിൽ VHSCക്കോ ITIക്കോ ITCക്കോ പോളിക്കോ പഠിക്കാനുള്ള സീറ്റ് ആരുണ്ടായി കൊടുക്കേണ്ടത്? സർക്കാർ ഉണ്ടായി കൊടുക്കണം. സർക്കാർ ബേബി സാറ് പറയുന്നു കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള സീറ്റുകൾ നിലവിലുണ്ട്. എന്നിട്ടും സീറ്റുകൾ ഉണ്ടായിട്ടും ബാക്കിയാണ് ഇത്ര കേരളത്തിലെ സീറ്റ്. ശരിയാണത്. കേരളത്തിലെ മൊത്തം അവസ്ഥ നോക്കുമ്പോൾ കേരളത്തിൽ മൊത്തം കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സീറ്റ് ഉണ്ട് എന്ന് മാത്രമല്ല, സീറ്റുകൾ ബാക്കിയാണ്. പക്ഷെ ഈ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ, മലബാർ എന്നാണ് അങ്ങനെയാ. നിങ്ങൾ നോക്കൂ, മലബാറിൽ കണ്ണൂർ ജില്ല, നമ്മൾ നിൽക്കുന്ന കണ്ണൂർ ജില്ലയിലെ അവസ്ഥ പറയുക.
പ്ലസ് ടു ആണ് നമ്മൾ ഇന്നത്തെ പാഠം. ഒന്നാമത്തെ പാഠത്തിൽ കണ്ണൂരിലെ സീറ്റ് ഞാൻ പറയണം. കണ്ണൂരിൽ ഈ തവണ SSLC വിജയിച്ച കുട്ടികളുടെ എണ്ണം 33,575. SSLC കുട്ടികളുടെ എണ്ണം 17,530. ആ ബാലൻസ് 16,045. കണ്ണൂർ ജില്ലയില് 33,575 കുട്ടികൾ SSLC പാസ്സായിട്ട് ഉള്ള പ്ലസ് ടു സീറ്റ് എത്രയാ? 17,530. അപ്പം ബാലൻസോ 16,045 ആളുകൾക്ക് സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ കണ്ണൂർ ജില്ലയിൽ മാത്രം പ്ലസ് ടുവിന് പഠിക്കാൻ കഴിയില്ല. ഇത് ഈ കണക്ക് 33,575 കണക്കില് എന്ത് വരില്ല? നാഷണൽ ഓപ്പൺ സ്കൂളിന്റെയും ഇതര കോഴ്സുകളുടെയും കൂടി SSLC പാസ്സായ ആളുകൾക്കുള്ള എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ കവിയുമെന്നതാണ് കണക്കുകൾ രേഖപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 16,045 എന്നുള്ളത് കൂടും. പിന്നെ 2052 കൊല്ലായിട്ട് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ വിജയിച്ചതും മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 61,622 കുട്ടികൾ SSLC പാസ്സായിട്ടുണ്ട്. കണ്ണൂരിന്റെ നേരെ ഇരട്ടി. എന്നാൽ സീറ്റിന് വേണ്ടോ 26,496. അതായത് 35,129 ആളുകൾക്ക് SSLCക്ക് ശേഷം പഠിക്കുവാനുള്ള സീറ്റ് മലപ്പുറം ജില്ലയിലില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുള്ള കണ്ണൂർ ജില്ലയിൽ 33,000 കുട്ടികൾ പരീക്ഷ പാസ്സായ ഡിഗ്രി. അപ്പൊ നമ്മൾ വിചാരിക്കും ചില സംഘടനകളൊക്കെ വിചാരിച്ചത് പ്ലസ് ടു പ്രായത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ഇല്ലാത്തപ്പോ റദ്ദ് ചെയ്ത് തുടങ്ങിയ സമരം. അങ്ങനെ പ്ലസ് ടുവിന്റെ മാത്രം വിഷയല്ലേ അരിഞ്ഞു കളിയണം. മലബാറിനെ പഠിക്കണം. ഡിഗ്രി സീറ്റിന്റെ അവസരങ്ങള് കണ്ണൂരിൽ നമുക്ക് ആദ്യം എടുക്കാം. കണ്ണൂരിൽ എത്ര കുട്ടികളാണ് പ്ലസ് ടു പാസ്സായ? 16,266 കുട്ടികൾ പ്ലസ് ടു പാസ്സായ കുട്ടികൾ. കണ്ണൂർ ജില്ലയിൽ എത്ര ഡിഗ്രി സീറ്റുകളെ? 7,764. കുറവുള്ള സീറ്റ് 8,502. ഇതിന്റെ പ്രശ്നം നിങ്ങൾക്കറിയാം. ഈ കണക്ക് പൂർണ്ണമല്ല. കണ്ണൂർ ജില്ലയിൽ പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ എണ്ണം ഇത് മാത്രമല്ല. ഇത് കണ്ണൂർ ജില്ലയിൽ കേരള സിലബസിൽ ആദ്യ തവണ തന്നെ വിജയിച്ച കുട്ടികളുടെ എണ്ണാണ്. ഇനി നിങ്ങൾ VHSC എന്ന് പറയുന്ന കോഴ്സിന് അറിയാം എന്താ അത്? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. VHSC മുഖേന കണ്ണൂർ ജില്ലയിൽ പരീക്ഷ എഴുതി പാസ്സായ ആളുകളുടെ എണ്ണം കൂട്ടുക. CBSE സ്കൂളിലെ CBSEയിൽ പരീക്ഷ എഴുതി പാസ്സായ എണ്ണം ആളുകൾ കൂട്ടുക. ഇനി ഈ പ്ലസ് ടുവിന് തോറ്റ ആളുകൾക്ക് സേ എക്സാം ഇല്ലേ? ആദ്യം ഒരു വിഷയത്തിന് മാത്രം തോറ്റ ആളുകൾക്കാണ് സേ എക്സാം. ഇപ്പൊ അത് 2 വിഷയത്തിൽ തോറ്റ ആളുകൾക്കായി. അവരും ജയിച്ചെന്ന് കരുതുക. ഇനി ഇതൊന്നും കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടുവിന് പഠിക്കാൻ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്നാട്ടിലുള്ള ഒരുപാട് പാരലൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരെയും കൂടി ലിസ്റ്റ് എടുക്കുക. പരിശോധിച്ചു കഴിഞ്ഞാൽ 20,000 കവിയും. മലപ്പുറം ജില്ലയിൽ നേരത്തെ പറഞ്ഞ ഡബിളാണ് കുട്ടികൾ പരീക്ഷ എഴുതിയത് പാസ്സായത്. 33,309. കണ്ണൂരിന്റെ ഡബിള് 16,266 കുട്ടികള് പ്ലസ് ടു പാസ്സായ കണ്ണൂർ ജില്ല നോക്കുമ്പോൾ നേരെ ഡബിൾ 33,309. നിങ്ങൾ നോക്കിയാൽ നേരത്തെ പറഞ്ഞ CBSE എണ്ണി കൂടി. പിന്നെ എന്താ ഓപ്പൺ സ്കൂൾ എണ്ണി കൂടി. VHSC എണ്ണി കൂടി. ആ പാരലൽ കോളേജ് പോലുള്ള പിന്നെ സംവിധാനങ്ങൾ എണ്ണിയാലും ഇതിന്റെ എണ്ണം കൂടും. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പ്ലസ് ടു പാസ്സായ കുട്ടികളുടെ എണ്ണം അതിലും വർദ്ധിക്കും. എന്നാൽ മലപ്പുറം ജില്ലയിലുള്ള സീറ്റുകളുടെ എണ്ണം കേവലം 7,000 മാത്രമാണ്. ഇവിടെയും 7,000 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ മെഡിക്കൽ സീറ്റ് വരും, എഞ്ചിനീയറിംഗ് സീറ്റ് വരും. ഇങ്ങനെ കേരളത്തിലുള്ള സംസ്ഥാന തലത്തിൽ പ്രവേശനം നടക്കുന്ന സീറ്റുകൾ വരെ എണ്ണിയിട്ടാണ് ഈ 7,000 എത്തുന്നത്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ 26,309 കുട്ടികൾക്ക് പഠിക്കാൻ